ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സുർബിയൻ റൈസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം നമുക്കൊരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ ഡാൽഡയും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യാം. ദെൻ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 4 വലിയ ഓണിയൻ സ്ലൈസായി കട്ട് ചെയ്ത് ഈ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയനാണ് നമ്മൾ കൂടുതലും സുർബിയാൻ റൈസിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ റൈസിന് അത് കൂടുതൽ ടേസ്റ്റ് നൽകുകയാണ് ചെയ്യാറ്. സുർബിയാൻ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ് ഓഫ് ബിരിയാണി ആൻഡ് മന്തിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മന്തിയാണോ ചോദിച്ചാൽ മന്തിയാണെന്ന് പറയാം, ബിരിയാണിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയാണെന്നും പറയും. അങ്ങനെ ഒരു മിക്സാണ് സുർബിയാൻ റൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് യമൻ എന്നാണ്. ദെൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് അതൊരു പാനിലോട്ട് മാറ്റാം. ചൂടാറുന്നതിന് വേണ്ടിയിട്ടാണ് അതൊരു പാനിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അതായത് നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ കട്ട് ചെയ്ത് ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് റൈസ് കഴിക്കുമ്പോൾ ചിക്കൻ കൂടുതൽ ടേസ്റ്റായി തോന്നാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ദെൻ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അറബിക് സ്പൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, പെപ്പർ പൗഡർ എന്നീ മസാലകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഈ സുർബിയാൻ റൈസിൽ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് സ്പൈസസിൻ്റെ ഫ്ലേവറാണ് നമുക്ക് എടുത്ത് കിട്ടുക. ദെൻ നമുക്ക് ഈ മസാലകളൊക്കെ നന്നായി മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് നന്നായി മിക്സ് ചെയ്യാം. ദെൻ അത് ആയതിനു ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു മാഗി ക്യൂബുമാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പകരം നമുക്ക് കൂടുതൽ സോൾട്ട് ആഡ് ചെയ്താലും മതി. ദെൻ നമുക്ക് ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. സുർബിയൻ റൈസിൽ മെയിനായിട്ട് നമ്മൾ പൊട്ടാറ്റോ യൂസ് ചെയ്യും. പൊട്ടാറ്റോ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് അത് ഒപ്പം ചിക്കനും അതുകൂടെ വേവും ചെയ്യും, മസാലകൾ പിടിക്കുകയും ചെയ്യും വിചാരിച്ചിട്ടാണ്. ദെൻ നമുക്ക് ഇതിലോട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഒരു ജാറെടുത്ത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. ദെൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും നമ്മളൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേണം നിങ്ങൾക്ക് പുതിനയും ആഡ് ചെയ്യാം, പുതിനയുടെ ഇലയും ആഡ് ചെയ്യാം. ദെൻ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനിൽ ഒരു 90% നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 10% നമ്മൾ അവിടെ വയ്ക്കും. നമ്മൾ ലാസ്റ്റ് ഫൈനൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് അത് ഇടാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഓണിയൻ ഫ്രൈ ചെയ്ത് അവിടെ വയ്ക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ദെൻ അരപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ദെൻ നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാല കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഈ ചിക്കനിൽ ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും ഒപ്പം ആ പൊട്ടാറ്റോ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ദെൻ ഇതിന് ശേഷമാണ് നമ്മൾ റൈസ് സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനായി നമുക്ക് അപ്പുറത്ത് തന്നെ വേറൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ, കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ദെൻ നമുക്ക് ഒരു 1/2 അവർ സോക്ക് ചെയ്തിട്ടുള്ള ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ബസ്മതി റൈസ് ആദ്യം ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റൈസ് ആയ സമയത്ത് അതൊന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വേണമെങ്കിൽ കുറച്ച് പുതിനയിലയും നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഒരു 1/2 ലെമണും സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റൈസ് റോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ലെമൺ ആഡ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് തന്നെ ആ റൈസ് ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് ആഡ് ചെയ്യുന്നത്. ദെൻ നമുക്കതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കപ്പ് റൈസിന് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഓരോ റൈസിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവും മാറും. ഇത് ലുലു ബ്രാൻഡിൻ്റെ റൈസാണ്. ദെൻ സോൾട്ട് ആഡ് ചെയ്യാം. നമുക്ക് റൈസ് അവിടെ ആവട്ടെ. ഒപ്പം നമ്മുടെ ചിക്കൻ്റെ മസാലയും ഇവിടെ റെഡി ആവുന്നുണ്ട്.
ഇപ്പോൾ ഏകദേശം ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കറക്റ്റ് വറ്റിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ചിലർ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് ഊറ്റിയെടുക്കും ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും അതിൻ്റെ ആ ഫ്ലേവർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇത് വേവിക്കാറ്. നമുക്ക് ഇത് ഇപ്പോൾ ചിക്കൻ്റെ ഇത് ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി അതൊരു റോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ആ റൈസ് ഇത് ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് ദം ചെയ്യാണ് ഇനി ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേജിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ. നമുക്ക് റൈസ് ചിക്കൻ്റെ മേലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ റൈസ് മേലെ ചിക്കൻ്റെ മേലെ റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജായിട്ട് നമുക്ക് ആ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഓണിയൻ നമുക്ക് അതിൻ്റെ മേലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്ക് അതിൻ്റെ മേലോട്ട് ഇട്ട് ഒരു 5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് ഒക്കെ കറക്റ്റ് വെന്തത് കാരണം നമുക്കൊരു 5 മിനിറ്റ് അതിൻ്റെ ഇത് ഫ്ലേവർ എല്ലായിടത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ദം ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ കുറച്ച് നേരത്തിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതാ അടിപൊളി സൂർബിയാൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.